നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അല്ലെങ്കിൽ വേണ്ട. See for yourself. തുറക്കണം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ആറാട്ടനുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ചാനൽ റെഡിലും വന്നിരുന്നു. പക്ഷെ അന്ന് ആ കേസിന് പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിരുന്നു. അതിനൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്റെ കൂടെ ആറാട്ടനുണ്ട്. ആ കേസ് എന്താണ് പറ്റിയില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല. എന്നോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നോട് സോറി കാന്താരി മുളകും ചൊറിയടവും കൂടി നിന്റെ മൂലപറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതുരുത്തി വരെ തേച്ചിട്ട് നീ നവതാരം കൊണ്ട് ചക്രശ്വാസം വലിക്കണത് കണ്ട് ഞാൻ സോറി എന്ന് പറയണ. സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ? ഇല്ല, കറക്റ്റ് അളവാ. ഇനി ആരോടെങ്കിലും സോറി പറയണോ? ഞാൻ അവന് കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവൻ പെണ്ണ് കേസ് കൊടുക്കുന്നുണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി. അതാണ് പോലീസിനോട് പറഞ്ഞത്. ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ അവസ്ഥ. അത് കേട്ടപ്പോ താൻ പേടിച്ചോ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇപ്പൊ കേരളത്തിൽ ഹീറോ ആണ് ആറാട്ടൻ. എനിക്ക് മാത്രമല്ല, പല സെലിബ്രിറ്റീസും വരുന്നുണ്ട്. ഇപ്പൊ അമർ ലുലു, സിയാസ് കരീം, വിജയ് ബാബു, പലർക്കും ഉണ്ടാവുന്ന പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ശബ്ദവൻ അടക്കിയതാണോ? മൗനമായിരിക്കാൻ ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കയറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്ന തെറിയുടെ പൂര. തനിക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള അവസരം ഇല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം വരും. അത് അങ്ങനെ രീതിയിൽ ഭീഷണിപ്പെടുത്തി. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? കൂടെ ആരും ഇല്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് പെണ്ണുണ്ടെന്ന് പറയണം. കൂടെ ആരും ഇല്ല മാറ്റിയെടുക്കാൻ. ആ സമയത്ത് പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല പെണ്ണില്ല. എന്നിട്ട് അതിന്റെ പേരിലാണെങ്കിൽ ഇങ്ങനെ എത്ര പേരെ വിട്ടുപോകുന്ന. ഈ ലേഡീസ് കൂടെ ഉണ്ടായിരുന്ന ലേഡീസ് എന്ന് പറഞ്ഞില്ലേ, കുട്ടി ഉണ്ടായിരുന്നു. അവര് മാറി നിൽക്കുകയാണ്. അവരൊന്നും ചെയ്തില്ല. ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ അവള് മാറ്റി പറയുകയാണെങ്കിൽ ആർക്കും വേണം വിട്ടുപോയി. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എത്ര പേര് അമർലുള്ളൂ, എത്ര പേര് വിട്ടു കിടക്കുന്ന. അല്ല, എന്നോട് ആരാട്ടനോട് ആർക്കും രസം തോന്നിയിട്ടില്ല. അതൊരു സത്യം മാത്രം. എനിക്ക് രസം തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെരനിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. എന്തായാലും നടക്കട്ടെ. എന്തായാലും ഇപ്പോ ആർക്കും രസം തോന്നിയില്ല. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ.